ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സ് നോക്കിയിട്ട് അത് ഇൻസ്പയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പം കുറേ പേര് കമൻറ്റ് ചെയ്തു ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടി 3 മീറ്റർ ക്രേപ്പാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പ് ലൈനിങ് താഴേക്ക് ലൈനിങ് വെക്കുന്നില്ല, മേളിലേക്ക് മാത്രമാണ് വെക്കുന്നത് കേട്ടോ. അപ്പം 3 മീറ്ററിലാണ് ഞാനിത് ഫുൾ ഡ്രസ്സായിട്ടാണ് ചെയ്യുന്നത്, ലോങ് ആയിട്ട് കിടക്കുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് 3 മീറ്റർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 മീറ്റർ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 മീറ്റർ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് യോക്കും നമ്മുടെ ബോട്ടം പാർട്ടൊക്കെ കട്ട് ചെയ്യാം. ഞാൻ മേളിൽ ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ താഴേക്ക് ലൈനിങ് ഇല്ല, തട്ടായിട്ടാണ് ചെയ്യുന്നത്. 3 തട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ യോക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ബാലൻസ് നമുക്ക് താഴേക്കുള്ളത് 3 തട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആ ഡ്രസ്സ് എങ്ങനെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മെഷർമെൻറ്റ് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 52 ഇഞ്ചാണ്. 52 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വരുന്നത്. ഷോൾഡർ ടു ബോട്ടം വരെയുള്ള ലെങ്ത് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ 3 തട്ടായിട്ടാണ് വരുന്നത്. 3 ഈക്വൽ ആയിട്ടുള്ള തട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ 52 നമ്മൾ 13 ഇഞ്ച്, അതായത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണ് അത് മൈനസ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് വരുന്ന 39 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ഈ 3 തട്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കുക. അതായത് 52 ഇഞ്ചിന് നമ്മുടെ 13 ഇഞ്ച് മൈനസ് ചെയ്യുക യോക്കായിട്ടുള്ള. അതിൽ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 39 ഇഞ്ചാണ് നമ്മൾ ബോട്ടം പാർട്ടിലേക്ക് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇതാ ബോട്ടം നമ്മുടെ ടോപ്പ് പാർട്ട് വരുന്നത് 13 ഇഞ്ചാണ്. പിന്നെ 3 തട്ടായിട്ടാണ് വരുന്നത്. അതിൽ ഓരോ ഇതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 13 ഇഞ്ച്. പിന്നെ നമ്മൾ താഴേക്ക് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ എല്ലാം 13 ഇഞ്ചാണ് എടുക്കുന്നത്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ 39 ഇഞ്ചിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു 13 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതിനകത്ത് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. അതായത് 1 ഇഞ്ച് വെച്ചാണ് എല്ലാത്തിലും സീം അലവൻസ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മേളിൽ അടിക്കാനും താഴെ അടിക്കാനും വേണ്ടിയിട്ട് ഓരോ ഇഞ്ച് മതി. പിന്നെ താഴെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഇടാം, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് തന്നെ ഇട്ടാലും മതി കേട്ടോ. 15 ഇഞ്ച് തന്നെ എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എല്ലാം 14 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ആ ഒരു 0.5 ലാസ്റ്റ് അടിക്കാൻ വേണ്ടി വേണ്ട, കുറച്ച് നോർമലായിട്ട് തന്നെ കിടക്കട്ടെ. അതാണെങ്കിൽ നമുക്ക് ഫ്ലെയർ കുറച്ചും കൂടി എടുക്കാമല്ലോ. അതിലൊന്നുമില്ല, എല്ലാം ഞാനിവിടെ ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്, അത്രയേ ഉള്ളൂ. യോക്കും 13 തന്നെയാണ്. പിന്നെ താഴേക്കുള്ള ഓരോ തട്ടുകളും 13 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ 1/2 ഇഞ്ച് മടക്കി, 1/4 ഇഞ്ച് മടക്കി അടിച്ചാൽ മതി. അത്രയേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾക്കപ്പോൾ 1 ഇഞ്ച് ആയിട്ട് തന്നെ മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലാസ്റ്റ് പാർട്ടിൽ മാത്രം കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ താഴേക്കുള്ള ബോട്ടം പാർട്ടിലേക്ക് എടുക്കുന്ന നമ്മൾ ഇഞ്ച് എന്ന് പറയുന്നത് 14 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. യോക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ആദ്യം യോക്കിനുള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടോപ്പ് മെറ്റീരിയൽ എത്ര ലെങ്ത് ഉണ്ട് നോക്കുക, 41 ഇഞ്ചാണുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ 3 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ലെങ്ത് എനിക്ക് 52 ആയിരുന്നു. അതിൽ നിന്ന് യോക്ക് മൈനസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എടുത്തത്. ആ ഒരു 39 ഇഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു ഞാൻ പറഞ്ഞു തന്നത്. പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ 14 ഇഞ്ച് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു തട്ടിന് മാത്രം 13.5 ഇഞ്ച്, അത് 13 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് എനിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു മെറ്റീരിയലിനെ 3 ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യുക. എത്ര ലെങ്ത് കിട്ടുന്നുണ്ടോ അത് മാക്സിമം എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഈ മെറ്റീരിയലിനെ 3 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെങ്ത് എത്രയാണോ അതിന് കറക്റ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ 53 ഇഞ്ച് തന്നെ കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഫുള്ള് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് 3 ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഒരു മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ഈ ഒരു മെറ്റീരിയൽ ലെങ്ത് വരുന്നത് 41 ഇഞ്ചാണ്. അതിനെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 തട്ടാണല്ലോ. അപ്പോൾ 13.6 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ 13.6 വെച്ചിട്ടാണ് എടുക്കുന്നത്. 14 ഇഞ്ചായിരുന്നു നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷേ 13.6 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്കത് എത്രത്തോളം ലെങ്ത് വരുന്നുണ്ടോ അത് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു ലെങ്ത് വേണ്ടത് അത് കറക്റ്റ് എടുത്തോട്ടോ. ഇവിടെ ഞാൻ ഈ മെറ്റീരിയൽ വെറുതെ ആ ഒരു തട്ട് നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പം ഫുൾ എടുത്ത് തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 13.6 ഇഞ്ച് ഞാൻ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം വരച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വെച്ച് കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിതാ 3 തട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
ഇതിൻ്റെ ഇടയിൽ ഞാൻ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി എൻ്റെ അടുത്ത് നിന്ന്. അപ്പം ഞാനത് എങ്ങനെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് സ്ട്രാപ്പ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫ്രില്ലാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു 13 ഇഞ്ചായിരുന്നു നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പം ഈ ഒരു യോക്കിൻ്റെ ലെങ്ത്ത് 13 നമുക്ക് എടുക്കേണ്ട, 9 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. 9 ഇഞ്ചിൻ്റെ നമ്മുടെ ചെസ്റ്റും വേസ്റ്റൊക്കെ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തിട്ട് നോർമലായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 തട്ടും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രാപ്പും ആ ഒരു ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്ന സ്ട്രാപ്പാണ് നമ്മുടെ ഷോൾഡർ കൊടുക്കാനുള്ളത്. അപ്പോൾ 3.5 ഇഞ്ച് 3.5 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. ഇതിന് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ലെങ്ത് എത്രയാണ് അതാണ് കേട്ടോ. അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള നെക്കിൻ്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മളൊരു ചെറിയ ഫ്രില്ല് കൊടുക്കുന്നുണ്ടല്ലോ കൈൻ്റെ അവിടെ, അത് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എടുക്കാം കേട്ടോ. ആ ഒരു ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടി മടക്കി അടിച്ച് ചെയ്യുമ്പോൾ 3 ഇഞ്ചിൽ വരുന്ന പോലെ ആയിരിക്കും വരിക. അതായത് ഞാൻ ചെറുതായിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രില്ലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3.5 എടുത്തത്. അപ്പോൾ അടിച്ച് വരുമ്പോൾ അതിൻ്റെ അത്രയും ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് എടുത്തോ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം നല്ലോണം ഫ്രില്ല് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 21 ഇഞ്ചാണ്. ഹാഫ് മടക്കി ഇട്ടപ്പോൾ 42 ഇഞ്ചോളം ഇത് ടോട്ടൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഭാഗം നമുക്ക് ആദ്യം 4 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്ത് അടിക്കണം. ടോട്ടൽ ഫുള്ളായിട്ടൊന്ന് അടിക്കണം. നമുക്ക് അവിടെ വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ഇഞ്ചിലാണ് ഞാൻ ഇവിടെ അടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചിൽ അടിക്കാം കേട്ടോ. എത്രത്തോളം വരണം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 20 അരയാണ്. 20.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു സ്ലീവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇനി കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ് 20.5 ഇഞ്ചല്ല, ഹാഫായി മടക്കിയിടുമ്പോൾ അത്രയാണ് വരുന്നത്. അപ്പം 41 ഇഞ്ച് ടോട്ടൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അവിടെ നിന്ന് മേളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിത് ഇങ്ങനെയല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തേക്കല്ല ഈ സ്ലോപ്പ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് നേരെ തിരിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എന്നുള്ളത്. അതായത് നിങ്ങൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് കൂടുതലായിട്ട് നിൽക്കേണ്ട ഭാഗം. അത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് തിരിഞ്ഞു പോയിട്ട് ഞാൻ പിന്നെയും കട്ട് ചെയ്ത് അങ്ങനെ 2 പ്രാവശ്യം ചെയ്തപ്പോഴാണ് എനിക്കൊന്ന് മനസ്സിലായത് ഇത് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പം എങ്ങോട്ടാന്ന് വെച്ചാൽ ഈ നമ്മൾ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് നിൽക്കേണ്ട മെറ്റീരിയൽ. അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷെ ഞാനിത് കട്ട് ചെയ്ത് പിന്നെയും ചെറുതാക്കി ഒരു പ്രാവശ്യം തെറ്റിപ്പോയി പിന്നെയും ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് കൂർത്ത് നിൽക്കുന്ന ഭാഗം ഫോൾഡ് ചെയ്ത ഭാഗത്തായിരിക്കണം നിൽക്കേണ്ടത്, ഓപ്പോസിറ്റ് സൈഡിലല്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ലോണം കുറഞ്ഞു. ഞാൻ എടുത്തത് 14 ഇഞ്ചായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ 42 ഇഞ്ച് എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടും കട്ട് ചെയ്ത് പിന്നെയും കട്ട് ചെയ്ത സമയത്ത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അവിടെ ഫ്രില്ല്, ഇപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഔട്ട്പുട്ട് പോലെ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ഞാൻ എടുക്കുന്ന ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി കൂട്ടിയെടുത്തോ കേട്ടോ. ഇതിൻ്റെ ഒരു ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്യേണ്ട. നിങ്ങൾ നമ്മുടെ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്, 4 ഇഞ്ചിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ കൂർത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ അബദ്ധം മനസ്സിലായത്. അപ്പം ഞാൻ പിന്നെയും ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ മതി. ഇത് പിന്നെയും എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് കൂർത്ത് ഇതേപോലെ തന്നെ 2 സ്ലീവ് ചെയ്തെടുക്കണം. ഇത് ഒരു സ്ലീവ് അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിന് എത്രത്തോളം വിഡ്ത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ടോട്ടൽ ഇപ്പോൾ വരുന്നത് 23 ഇഞ്ചാണ് വരുന്നത്. ടോട്ടൽ അത്രയേ ഉള്ളൂ. അത്രയും കുറച്ചാണ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെങ്ങനെ ഫ്രില്ല് ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം മുതലേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച്
സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ ഫുള്ളായിട്ട് റൗണ്ടിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മേളിൽ മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കൂർത്ത് നിൽക്കുന്ന ഭാഗം മുതലേ വന്നിട്ട് താഴേക്ക് വന്നിട്ട് ഈ സൈഡിൽ കൂർത്ത് നിൽക്കുന്ന ഭാഗം വരെ വരിക. ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വലിച്ചു കൊടുത്തിട്ടുള്ള ഫ്രില്ലുണ്ടല്ലോ, അതാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലാണ് അവിടെ കുഞ്ഞിതായിട്ട് കിടക്കുള്ളൂ. ഫ്രില്ലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ചിങ്ങനെ വിടർന്നിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് കുറച്ച് വലുതാക്കി ഇട്ട് കൊടുത്തിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്റ്റിച്ച് കുറച്ച് വലുതാക്കി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം, ഒരു ഭാഗത്ത് ലൂസായിട്ട് വിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചുരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം അതവിടെ കാണത്തില്ല, അത് നല്ലോണം സൈഡിലേക്ക് ഇങ്ങനെ വരും. ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, രണ്ട് സൈഡും കിടക്കുന്നുണ്ടോ, ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതാ ഒരു സ്ട്രാപ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സ്ലീവും ചെയ്തെടുക്കണം. ഈ ഒരു ഫ്രില്ല് രണ്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് രണ്ട് സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. 2.5 ഇഞ്ച് മാത്രമാണ് വരുന്നത്. 1/4 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് അടിച്ചു. പിന്നെ ഈ ഒരു ഇതും കൂടി കൂട്ടിയിട്ട്, അപ്പോൾ നമുക്ക് ഇതിൽ 2 ഇഞ്ചിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി കൂട്ടിയെടുത്തോ കേട്ടോ. ഇവിടെ എനിക്ക് ഫൈനലായിട്ട് 2 ഇഞ്ചായിരിക്കും വരിക. ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്ട്രാപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. ഒരു സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഫ്രില്ല് ഈ ഒരു 11 ഇഞ്ചിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു എന്താണ് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റം വരെ എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടതിൻ്റെ ഗുണം കൂടി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ വെച്ചാൽ മറ്റേ പ്ലേറ്റ്സ് ആണെങ്കിൽ നമുക്കിവിടെ എത്രത്തോളം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാവുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ച് അടിച്ചു മറിച്ച് ഈ ഒരു സീം അലവൻസ് എല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ആദ്യം ഈ ഒരു സ്ട്രാപ്പ് എടുത്ത് വെക്കുക. അതിൻ്റെ ഇഞ്ച് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് നമ്മൾ വിട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഈ ഒരു മെറ്റീരിയലിൻ്റെ അറ്റത്തായിട്ട് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു സ്ട്രാപ്പല്ല, നമ്മുടെ ഈ ഒരു ഫ്രില്ലിട്ട് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അതിന് നല്ല വശം നമ്മളെ ഫേസ് ചെയ്ത് വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് ആ ഒരു മെറ്റീരിയൽ മേളിൽ മുതൽ കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റം വരെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും 1/2 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് വേണം കേട്ടോ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ ആ സ്ട്രാപ്പ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്. അപ്പം സ്ട്രാപ്പിൻ്റെ രണ്ട് ഭാഗത്തും 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കാൻ. അപ്പം ഞാനിത് ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് ഈ ഒരു അറ്റം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ ഈ ഒരു ഫ്രില്ലിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 1/2 ഇഞ്ചും രണ്ട് ഭാഗത്തും വിടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒന്ന് അയൺ ചെയ്ത് വെച്ചാൽ മതി. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഫ്രില്ല് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ യോക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ യോക്ക് പോർഷൻ ഒന്ന് എടുക്കുക. ഇതിന് 9 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ചെസ്റ്റും വേസ്റ്റൊക്കെ നിങ്ങളുടെ എത്രയാണോ അത് തന്നെ എടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഈ സ്ട്രാപ്പ് എവിടെ നിന്നാണ് വരേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2.25 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ ആ ഒരു നെക്ക്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ സ്ട്രാപ്പ് വരേണ്ടത് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്, ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് 2 സ്ലീവും വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ലൈനിങ് പോർഷൻ വെച്ചിട്ട് നമ്മൾ അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗം ഇതിനകത്ത് ഞാൻ റോങ് സൈഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു മടക്കി അടിച്ചതിൻ്റെ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ക്രേപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ആ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലൈനിങ് കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ആ സ്ട്രാപ്പ് മാത്രം ഒന്ന് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ ലൈനിങ് വെച്ചിട്ട് നമ്മുടെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്താൽ
മതി. നമ്മളിവിടെ അരയിഞ്ചാണ് വിട്ടത്, അപ്പോൾ അരയിഞ്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഒരു നെക്ക് വിട്ട് 3 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്, 2.25 3 ഇഞ്ചിലേക്ക് ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടി അകന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അതുമാത്രം ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് ഔട്ട്പുട്ടായിട്ട് ഇങ്ങനെയായിരിക്കും വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പതിച്ചും കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുത്ത്, ലൈനിങ് രണ്ടും ക്രേപ്പ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ക്ലോത്ത് ആണെങ്കിൽ അതനുസരിച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് എടുത്തിട്ട് പിന്നെ ചുറ്റും ഒന്ന് അടിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ആ സ്ട്രാപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാക്ക് പോർഷനും കൂടി നമുക്കൊന്ന് ചെയ്യാം. എന്നിട്ട് ബാലൻസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ബാക്ക് പോർഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും വെച്ചിട്ട് ആ ഒരു 3 ഇഞ്ച് തന്നെയാണ് വിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അടിച്ചു മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു സ്ട്രാപ്പ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈനിങ് പോർഷനും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ക്രേപ്പ് അല്ല വേറെ ഏതെങ്കിലും ക്ലോത്ത് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പം ക്രേപ്പ് ആയതുകൊണ്ട് ഇവിടെ സീനില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് റൗണ്ടിലൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രില്ലുകളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ആദ്യം ഒന്ന് വെച്ചതാണ്, എന്നിട്ട് രണ്ടും ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ഫ്രില്ലിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 30 ഇഞ്ചാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ 30 ഇഞ്ചിൽ ആദ്യം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പാർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ 47 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഞാൻ ഇതിൽ ഫ്രണ്ടിലെ മാത്രമാണ് കേട്ടോ പറയുന്നത്. 47 ഇഞ്ചും ഫസ്റ്റത്തത് 30 ഇഞ്ചും സെക്കൻഡത്ത് 47 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ എടുത്തിട്ട് നോർമലായിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കും. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിത് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫ്രില്ലിടുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇഞ്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു പോർഷൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 66 ഇഞ്ചാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ഫ്ലെയർ ആണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലെയർ ആയിട്ട് കിടക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി കുറവ് മതിയെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റാണ് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഡ്രസ്സിന് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്നിട്ട് നോർമലായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രില്ലിട്ട് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ 2 വള്ളി ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ അരയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ചെസ്റ്റൊക്കെ എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത് ടോട്ടൽ വരുന്നത് 18.5 ഇഞ്ചാണ്, 19 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് എൻ്റെ ചെസ്റ്റ് എത്രയാണെന്നുള്ളത് ചെസ്റ്റിൽ നിന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ സീം അലവൻസ് അല്ല ലൂസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേസ്റ്റും സെയിം പോലെ തന്നെ ചെയ്യുക. നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ലൂസും കൂടി ഇട്ടിട്ട് 0.5 ലൂസ് ഇട്ടാൽ മതി. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട, താഴെ വരെ നോർമലായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് താഴെ നമുക്കൊരു 1/2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചല്ല, ഞാനിവിടെ 1/4 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് അവിടെ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എത്രയാണോ ആ ഒരു മെഷർമെൻറ്റ്, നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാനിവിടെ 8 ആണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ 28 ആണ് ഒരു വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പം ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ വരെ, ഇവിടെ മുതൽ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിവിടെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ ചെയ്യുന്ന സമയത്ത് അരയിൽ വള്ളി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉള്ളിലേക്ക് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലൊന്നും ആരും കമൻറ്റ് ഒന്നും ചെയ്തില്ല, മനസ്സിലായില്ലയോ എന്ന്. അപ്പം എനിക്കറിയില്ല ഇത് ഞാൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എനിക്കിനി അടുത്ത വീഡിയോസ് ഇടാനും ഒക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിലാണല്ലോ ഞാൻ ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, മനസ്സിലായി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഞാനിതവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ വരെ നോർമലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്താൽ മതി.
അപ്പോൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ താഴെ അടിഭാഗം 1/4 ഇഞ്ചിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടിഭാഗം കൂടി ഒന്ന് 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാ എനിക്ക് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് ലെങ്ത്താണ്. അപ്പോൾ ഇത് സ്ലീവൊക്കെ ഇങ്ങനെയാണ് ഫ്രില്ല് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴുത്തകലം വേണമെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ട് എടുത്തു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അടുത്ത് മതിയെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് ആ ഒരു മെഷർമെൻറ്റിൽ ചെറിയ മാറ്റം വരുത്തിയത്. ഇത് ഞാൻ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലെങ്ത്ത് ഇതുണ്ടോ, നമ്മൾ ഓരോ ചെയ്ത് കൊടുത്ത ഫ്രില്ലുകളും നല്ല വൃത്തിയായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ പിന്നെ വള്ളിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡ്രസ്സാണ്, പക്ഷേ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.